വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തെ ഇന്ത്യ ശ്രീലങ്ക മൂന്നാമത്തെ T20. സൂപ്പർ ഓവറിലാണ് ഇന്ത്യ കളി ജയിച്ചത്. 5 ബോൾ ബാക്കി നിൽക്കുന്ന ഇന്ത്യ കളി ജയിച്ചു. സൂപ്പർ ഓവറിൽ 2 റൺസ് മാത്രമേ ശ്രീലങ്ക ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. തോൽക്കേണ്ട മത്സരം ഇന്ത്യ അവസാനം തിരിച്ചു പിടിച്ചു. ഇന്ന് ഇന്ത്യ കളി ജയിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ശ്രീലങ്കൻ T20 പരമ്പര അവസാനിച്ചിരിക്കുകയാണ്. 3-0 ഇന്ത്യ പരമ്പര തൂത്തുവാരി. ഇന്നത്തെ മൂന്നാം T20 ജയിച്ച് സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ന് ഇന്ത്യ ജയിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവസാന നിമിഷമാണ് കളി ഞങ്ങൾ തിരിച്ചു പിടിച്ചത്. സഞ്ജുവിനോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സഞ്ജു ഇന്ന് കീപ്പർ ആയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ടീമിനുണ്ടായിട്ടുണ്ട്. ബാറ്റിംഗിൽ മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് പിഴച്ചത്. ബൗളിംഗിൽ ഞങ്ങൾ മികച്ച രീതിയിൽ ഇന്ന് കളിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിജയം നേടിയെടുത്തു. സൂപ്പർ ഓവറിലേക്ക് കളി നീങ്ങുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവസാന ഓവറുകളിൽ ഖലീൽ അഹമ്മദ് ഒരുപാട് എക്സ്ട്രാസ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് കളി സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ കളി ജയിച്ചേനെ. എന്റെ ക്യാപ്റ്റൻസിയിൽ പരമ്പര തൂത്തുവാരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വരാൻ പോകുന്ന അടുത്ത സീരീസിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സൂര്യയുടെ ക്യാപ്റ്റൻസിയിലാണ് ശ്രീലങ്കൻ T20 പരമ്പര ഇന്ത്യ തൂത്തുവാരിയത്. കളി ജയിച്ചിട്ടും സൂര്യ എടുത്തു പറഞ്ഞത് സഞ്ജുവിന്റെ പേരാണ്. സൂര്യകുമാർ ഒരുപാട് കാര്യങ്ങൾ സഞ്ജുവിനോട് ഇന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവാണ് ഫീൽഡ് സെറ്റും മറ്റുമെന്ന് ഒരുക്കിയത്. സഞ്ജുവിന്റെ എക്സ്പീരിയൻസ് സൂര്യയ്ക്ക് കൃത്യമായിട്ടിന്ന് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സഞ്ജു കീപ്പിങ്ങിൽ വന്നതുകൊണ്ട് തന്നെ ആരാധകർ ഇന്ന് ഹാപ്പിയായിരുന്നു. ഋഷഭ് പന്തിനെ മാറ്റി നിർത്തി സഞ്ജുവിന് ഒരുപാട് അവസരങ്ങൾ സൂര്യകുമാർ കൊടുക്കുന്നുണ്ട്. സൂര്യ അല്ലാതെ വേറെ ഏതൊരു ക്യാപ്റ്റൻ ആയാലും സഞ്ജു ഇപ്പോൾ സൈഡ് ബെഞ്ചിൽ ഇരുന്നേനെ. 130 റൺസ് മാത്രമേ ഇന്ത്യ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലും ശ്രീലങ്കൻ ടീമിനെ മറികടക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.